ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ ഇന്ന് ഓണപ്പരിപാടി കേട്ടോ. അപ്പോൾ ഓണപ്പരിപാടി കാണാൻ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട അടിപൊളിയായിട്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇന്ന് ഉത്രാട ദിനമാണ്, നബിദിനാണ്. അപ്പോൾ അതിൻ്റെ റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ വണ്ടി സൈഡായിട്ട് അതൊക്കെ കണ്ടു കേട്ടോ. അവർ നമുക്ക് മിഠായും ബിസ്ക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ ഓണപ്പരിപാടിക്ക് എത്തി കസാരളിക്കും എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. അതാണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ പരിപാടിയെല്ലാം ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലെ പരിപാടി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങുക എന്നുള്ളതല്ല, നമ്മൾ അത് പങ്കെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ആയിട്ട് എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഓണസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയെന്ന് അവരെല്ലാം വിളമ്പി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ചെന്നപ്പോൾ ചോറ് മാത്രം വിളമ്പാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഏട്ടൻ ആ കടമ അങ്ങ് കഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഓണസദ്യ കാര്യങ്ങളൊന്നും നമ്മൾ നടത്താറില്ല. ഫസ്റ്റ് ടൈമാണ്, പക്ഷെ അത് അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കഴിഞ്ഞ ശേഷം ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടികളായിരുന്നു. അത് നല്ല ഗംഭീരമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റിയിട്ടോ. മഴയൊക്കെ ഒരുപാട് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ മെയിനായിട്ടുണ്ടായിരുന്നത് കലന്തല്ലി പൊട്ടിക്കലും വടംവലിയൊക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാടിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരൻ എല്ലാ പരിപാടിക്കും പങ്കെടുത്ത് അത് വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിനായിട്ടും വടംവലിയായിരുന്നേ. അപ്പോൾ ഞങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 റൗണ്ട് വലിച്ചപ്പോഴും ഞങ്ങൾ ജയിച്ചു. പക്ഷേ 3ാമത്തെ റൗണ്ട് നമ്മൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ വെറുതെ ഒരു പരിപാടിയിൽ ഓണക്കളികളാണ്, ഓണം മത്സരമല്ലല്ലോ. അപ്പോൾ നമ്മൾ പങ്കെടുത്തു. ഫസ്റ്റ് ടൈമിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു രസത്തിന് വേണ്ടി വലിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ആൺകുട്ടികളുടെ വടംവലി. അതിലും ഏട്ടനും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരും തന്നെ 3 വലിക്ക് അവർ ജയിച്ചു. പക്ഷേ കഴിഞ്ഞിട്ടുള്ളതിൽ അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടായിട്ടും വടംവലിയുടെ ആവേശം ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരും പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊന്നും മഴ ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 4ാമത്തെ തവണ അവർ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുള്ള് വീഡിയോ എനിക്ക് എടുക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഓണപ്പരിപാടി എൻഡിങ് ആയപ്പോൾ നല്ല മഴയും പെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക്